ഡിസംബർ 2023 നെറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവുന്ന സമയത്ത് മാർജിനലി ആണ് പോയത്. പക്ഷേ എനിക്ക് ഇന്റേണലി ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നതിൽ നിന്ന് ആ ഒരു 3 മാസത്തെ ഒരു കാലയളവ് കൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കിട്ടി മുന്നോട്ട് പോയപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കി എന്നുള്ളായിരുന്നു. പിന്നെ പതിയെ എനിക്ക് മനസ്സിലായി ടോപ്പിക്സ് മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി, അതിനെ ഡീൽ ചെയ്യേണ്ട ഹാൻഡിൽ ചെയ്യേണ്ട പെർസ്പെക്റ്റീവ് ഒക്കെ മനസ്സിലായി തുടങ്ങുന്നത്. സാർ ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് വെച്ചിട്ട് ഞാൻ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. അതിനുശേഷം ഒരാഴ്ച ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ഇവിടുത്തെ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് സാർ അത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ഏരിയാസിലാണ് പ്രശ്നമുള്ളത്. ശരിക്കും നമ്മൾ അപ്പോഴാണ് അറിയുന്നത് എന്റെ പ്രശ്നം ഇതാണെന്നുള്ളത്. അല്ലെ ഇപ്പം നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്, അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഇതാണ്, അല്ലെ ഇപ്പൊ പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങൾ. LMS ഇഷ്ടം പോലെ ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പിക്സ് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം LMS ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ജനുവരിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതിന്റെ ബെനിഫിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്ന് എനിക്ക് ഉറപ്പാണ്.